ആലപ്പാട്ടെ ഖനനം നിർത്തില്ല എന്ന് മന്ത്രി ഇ.പി. ജയരാജൻ പറഞ്ഞു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREയെ പൂട്ടിക്കണം, അവിടെ ജോലി ചെയ്യുന്ന 1,240 പേർക്ക് ജോലി പോകണം എന്നാണ് ആഗ്രഹിക്കുന്ന ആളുകളാണുള്ളതെങ്കിൽ അവർക്ക് അത് നടക്കുകയില്ല എന്ന മറുപടിയാണ് നൽകാനുള്ളത് എന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. കണ്ണൂരിൽ കൂടുതൽ വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, അദ്ദേഹം അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം മലപ്പുറം സംബന്ധിച്ച് മലപ്പുറത്തുകാരാണ് സമരത്തിന് പിന്നിൽ എന്ന പ്രസ്താവന പിൻവലിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതേക്കുറിച്ചുള്ള പ്രതികരണം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ? സനീഷ് മലപ്പുറംകാരനാണ് എന്ന തന്റെ പ്രസ്താവന ചർച്ചയ്ക്ക് വന്ന ഒരു വ്യക്തി അത് മലപ്പുറംകാരനായിരുന്നു എന്നതുകൊണ്ടാണ് എന്നാണ് ഇ.പി. ജയരാജൻ പറഞ്ഞത്. കടലില്ലാത്ത പ്രദേശത്തെ ആളുകളാണ് പ്രധാനമായും ആലപ്പാടിന്റെ വിഷയം ഉയർത്തിപ്പിടിക്കുന്നത്. ആ നാട്ടുകാരും അത് എതിർത്ത് രംഗത്ത് വരുന്നില്ല. ആ പ്രദേശത്തുള്ളവരാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. അത്തരത്തിൽ ആ കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന ഒരു നടപടിക്ക് സർക്കാരില്ല. മാത്രവുമല്ല, പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ കുറെ കൂടെ അസറ്റ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഈ സർക്കാർ അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. അസന്നിഗ്ധമായി അദ്ദേഹം പറയുന്നു, യാതൊരു തരത്തിലും ഖനനം നിർത്തിവെക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ 16 കിലോമീറ്ററിൽ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളിലും കടൽ ഭിത്തി കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് മണ്ണ് എടുത്ത് കടലെടുത്ത് പോകുന്നൊരു സാഹചര്യമില്ല. ബാക്കിയുള്ള പ്രദേശങ്ങൾ രാജാവിൻ്റെ കാലം തൊട്ട് തന്നെ സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് തന്നെ ഖനനം നടക്കുന്ന മേഖലയാണ്. അവിടെ ആ മേഖലയിൽ ഖനനം തുടരും. മണലിൽ നിന്ന് കരിമണലിൽ നിന്ന് അത് ധാതുക്കൾ ഊറ്റിയെടുത്തതിന് ശേഷം വീണ്ടും ബാക്കി വരുന്ന മണൽ ആ പ്രദേശത്ത് തന്നെ നിക്ഷേപിക്കും. അത്തരത്തിൽ പരിസ്ഥിതി സൗഹാർദ്ദമായ ഒരു രീതിയിൽ ഈ ഖനനം തുടരും. CPIക്ക് ഇതിനോട് സംബന്ധിച്ചുള്ള വിയോജിപ്പ് ഏത് അർത്ഥത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ഇടതു മുന്നണിക്കകത്ത് ഭിന്നതയില്ലെന്നും അദ്ദേഹം പറയുന്നു. ഞാൻ തിരിച്ചു വരാം മനു, കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ A. ഷുക്കൂർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ഷുക്കൂർ, അവിടുത്തെ ഖനനം നിർത്തിവെക്കുകയില്ല എന്ന നിലപാട് സർക്കാർ ഇന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇ.പി. ജയരാജൻ അക്കാര്യം സംബന്ധിച്ച് വളരെ ദീർഘമായിട്ടാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. എങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രതികരണം? ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും CPM നേതാക്കളുടെയും പ്രസ്താവനകളും നടപടികളും കാണുമ്പോൾ ഇത് നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ്. കാരണം പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കശാപ്പ് ചെയ്ത് അവരുടെ ആവാസ വ്യവസ്ഥയെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്ന ആ ഒരു സംവിധാനത്തിലാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതിശക്തമായ പ്രതികരണം അതിനെതിരായി പ്രതികരിക്കുന്ന സമൂഹമാണ് ഇന്നത്തെ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് 1999 മുതൽ 2001 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിലേക്ക് വരുന്നു എന്ന രീതിയിൽ വന്നപ്പോൾ അന്ന് പ്രതിപക്ഷത്തിരുന്ന് CPM നേതൃത്വം കൊടുത്തൊരു സമരം ഞങ്ങൾ കൂടി പങ്കാളികളായി, ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസ് കൂടി പങ്കാളികളായി ശ്രീ VM സുധീരന്റെയും ശ്രീ KC വേണുഗോപാലിന്റെയും നേതൃത്വത്തിൽ എടുത്ത നിലപാട് അന്ന് എന്തുകൊണ്ട് ഇത്തരം നേതാക്കളുടെ മാമൂലിപ്പോയി അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ഇന്നെന്താ? അപ്പൊ നിക്ഷിപ്ത താല്പര്യമാണ്, സ്ഥാപിത താല്പര്യമാണ്. പക്ഷെ അവിടെ ശ്രീ ഷുക്കൂർ അത്തരം കാര്യങ്ങൾ ആക്ഷേപം വിമർശനം നിലനിൽക്കുന്നതാണോ? ഇതിപ്പോൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് ഖനനം നടന്നത്. അത് എത്രയോ വർഷമായിട്ട് തുടരുന്നതാണ്. അദ്ദേഹം പറയുന്നത് രാജാവിന്റെ കാലം മുതൽ എന്നാണ്. എത്രയോ വർഷമായിട്ട് തുടരുന്നതാണ്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തും അത് അങ്ങനെ തന്നെയായിരുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ പെട്ടെന്നൊരു സംഭവം കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവർക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടരട്ടെ എന്നൊരു നിലപാട് നമ്മൾ എടുത്തു. പക്ഷെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത് തുടർന്നാൽ നമ്മുടെ ആലപ്പുഴ ജില്ല എന്ന് പറയുന്നതും കൊല്ലം ജില്ലയുടെ കിഴക്കൻ ഭാഗം എന്ന് പറയുന്നതും ഈ പറഞ്ഞ ആലപ്പാടിന്റെ കിഴക്ക് ഭാഗത്തേക്ക് സമുദ്ര ലെവലിൽ താഴെ കൃഷി ചെയ്യുന്നവരാണ്. ഇതിന്റെ ഗൗരവം കാണണം. എന്തൊരു വിവരക്കേടാണ് ഈ മന്ത്രിമാരും ഇവരുമൊക്കെ പറയുന്നത്. സീ ലെവലിന് താഴെ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശം ഇല്ലാതായി പോകുന്ന അവസ്ഥ ഉണ്ടാക്കാൻ ഈ ഖനനം ഉപകരിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റെന്താ നേട്ടമുള്ളത്? സ്ഥാപനങ്ങൾ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കണം, സ്ഥാപനങ്ങൾ നിലനിർത്തണം, ലാഭകരമാക്കണം. അതിന് പോംവഴികളുണ്ട്. ആ പോംവഴികളിലേക്ക് പോകണം. അടിയന്തരമായി ഖനനം നിർത്തിവെച്ചുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ചില നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ആ തീരം ഇല്ലാതാകും. അവിടെ ഈ കരിമണൽ ഖനനത്തിനായിട്ടും സംസ്കരണത്തിനായിട്ടുമാണല്ലോ ഇവിടെ ഈ IREയും KMML ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അപ്പോൾ ഈ കരിമണൽ ഖനനം പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചാൽ, ഖനനം നിർത്തിവെച്ചാൽ പിന്നെ അതിനർത്ഥം ആ കമ്പനിക്ക് പ്രസക്തി ഇല്ലാതാവുക, അവിടെ ആളുകളെ പിരിച്ചുവിടുക എന്നാണ്. അത് ചെയ്യണമെന്നാണോ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്? ആ കമ്പനി അടച്ചുപൂട്ടണം, തൊഴിലാളികൾക്ക് പണി പോകട്ടെ എന്നാണോ കോൺഗ്രസ് പറയുന്നത്?
അല്ല അതിനപ്പുറം ആയിരക്കണക്കിന് ജനങ്ങളുടെ അവരുടെ ഭൂമിയും അവരുടെ സ്വത്തും അവരുടെ ജീവനും അപകടപ്പെടുത്തുന്ന നടപടിയാണോ ഏറ്റവും രണ്ടാമത്തെ കാര്യമായിട്ട് സ്വീകരിക്കുന്നത്? അതിനെന്താ മറുപടി പറയാതെ? ആയിരക്കണക്കിന് കുടുംബങ്ങൾ എത്ര ഏക്കർ ഭൂമി, 20,000 ഏക്കർ ഭൂമി കടലിൽ പോയി. അഴീക്കൽ പഞ്ചായത്തിൽ മാത്രം. ഇത് ഈ യാഥാർത്ഥ്യം എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് ഗവൺമെന്റ് നടപടിയെടുക്കട്ടെ. 20,000 ഏക്കർ കടലിൽ പോയി എന്നൊക്കെ പറയുന്നത് വസ്തുതാപരമാണോ ശ്രീ ഷുക്കൂർ? അദ്ദേഹം പറയുന്നത് പോലെ ഈ സുനാമി വന്നപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്, കുറെ കടലിലേക്ക് പോയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. 2000 ആളുകൾ, ഞാൻ പറയുന്നത് അദ്ദേഹം പറയുന്നതാണ്, 2000 കുടുംബങ്ങൾ നൽകിയിട്ടുള്ള ലീസിന് നൽകിയ ഭൂമിയിലാണ് ഈ പറയുന്ന ഖനനം നടക്കുന്നത്. അതിൽ 4 പ്ലോട്ട് വീതം IREക്കും KMMLനും വീതിച്ച് നൽകിയിട്ടുണ്ട്. അതിൽ ഓരോ പ്ലോട്ടിലെ ഖനനം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അവിടെ ആർക്കെങ്കിലും പരാതിയുള്ളതായിട്ട് ഇതുവരെ ഒരു രേഖയും മന്ത്രി ഓഫീസിലില്ല. മന്ത്രിയെ വന്ന് കണ്ടൊരു പരാതി പോലും ആരെങ്കിലും തന്നതായിട്ട് രേഖകളില്ല. ഇപ്പോൾ പെട്ടെന്ന് പൊടുന്നനെ ഒരു സമരം അങ്ങോട്ട് വരികയാണ്. അതിന് പിന്നിലാണ് നിക്ഷിപ്ത താല്പര്യമുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. പൊടുന്നനെ ഉണ്ടായ സമരമല്ല, 75-ാം ദിവസമാണ് ഈ സമരം. ഈ സമരത്തിന് മുമ്പുള്ള ആ പ്രശ്നങ്ങളെല്ലാം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. MLAക്ക് അറിയാം. ഒറ്റ നിമിഷം ഞാൻ താങ്കളിലേക്ക് വരട്ടെ ശ്രീ ഷുക്കൂർ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ NK പ്രേമേന്ദ്രൻ MP അദ്ദേഹം ഒരു പരിപാടിയിലോ മറ്റോ പങ്കെടുക്കുകയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിലേക്ക് ഒന്ന് പോയിട്ട് ഞാൻ താങ്കളിലേക്ക് തന്നെ വരാം.